നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം പ്രിൻസിപ്പിൾ ഓഫ് ടു വീക്ക്നെസ്സസ് എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ചെസ്സിൽ വീക്ക്നെസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബ്ലാക്കിൻ്റെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ B6 എന്ന് പറയുന്ന പോൺ, ഈ പോൺ എന്ന് പറയുന്നത് ഒരു ബാക്ക്വേർഡ് പോണാണ്. ഇതിനെ ബാക്ക്വേർഡ് പോൺ എന്ന് പറയാൻ കാരണം മറ്റു പോണുകൾക്ക് പുറകിലായി കാണപ്പെടുന്ന പോൺ എന്നർത്ഥത്തിലാണ്. ഇത്തരം പോണുകളെ വൈറ്റിന് അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ നമ്മൾ വൈറ്റിൻ്റെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ C4 പോണും ഒരു ബാക്ക്വേർഡ് പോണാണ്. ബ്ലാക്കിന് വേണമെങ്കിൽ ഈ പോണിനെ അറ്റാക്ക് ചെയ്യാം. ഇത്തരം പോണുകളെ നമ്മൾ വിളിക്കുന്നത് ഒരു പോൺ വീക്ക്നെസ് എന്നായിരിക്കും. ഈ ഒരു ആശയം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മറ്റൊരു പൊസിഷൻ കൂടെ പരിശോധിക്കാം. നമ്മൾ നേരത്തെ കണ്ട പൊസിഷനിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു പൊസിഷനാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ ബ്ലാക്കിൻ്റെ ബാക്ക്വേർഡ് പോൺ അഥവാ B6 പോൺ, ഈ പോണിനെ വൈറ്റിന് ഏത് സമയത്ത് വേണമെങ്കിലും ആക്രമിക്കാൻ സാധിക്കും. കാരണം B6 പോൺ നിലനിൽക്കുന്നത് ഡാർക്ക് സ്ക്വയറുകളിലാണ്. വൈറ്റിന് ഡാർക്ക് സ്ക്വയർ ബിഷപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പോണിനെ അറ്റാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ രീതിയിലുള്ളൊരു അറ്റാക്ക് ഈ C4 പോണിനെതിരെ ബ്ലാക്കിന് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പൊസിഷനാണ് വിലയിരുത്തുന്നതെങ്കിൽ നമുക്കിവിടെ B6 പോണിനെ മാത്രമേ ഒരു വീക്ക്നെസ് ആയിട്ട് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. വൈറ്റിൻ്റെ C4 പോൺ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ്സായി മാറുന്നത് അല്ലെങ്കിൽ ഒരു ദൗർബല്യമായി മാറുന്നത് അതിനെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ എതിരാളിക്ക് കഴിയുമ്പോഴാണ്. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിന് വൈറ്റിൻ്റെ വീക്ക്നെസ്സിനെ ഒരു രീതിയിലും ആക്രമിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ C4 പോണിനെ നമുക്കൊരു വീക്ക്നെസ്സായി പരിഗണിക്കാൻ സാധിക്കില്ല. വീക്ക്നെസ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഉദാഹരണങ്ങളിലൂടെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ടു വീക്ക്നെസ്സസ് എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ കാണുന്ന പൊസിഷനിൽ ബ്ലാക്കിൻ്റെ ഭാഗത്ത് ഒരു വീക്ക്നെസ് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ D5 പോണാണ്. ഇതിനെ നമ്മളൊരു പാസ്ഡ് പോൺ എന്ന് വിളിക്കും. ഇതിന് ഏത് സമയത്ത് വേണമെങ്കിലും മുന്നോട്ട് പോവുകയും ഒരു ക്യൂനായി മാറുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ബ്ലാക്കിൻ്റെ എല്ലാ ശക്തിയും ഈ പോൺ മൂവിനെ തടയാൻ വേണ്ടിയായിരിക്കും ബ്ലാക്ക് ഉപയോഗിക്കുക. അപ്പം ബ്ലാക്ക് പീസുകൾക്ക് വളരെ കൃത്യമായ രീതിയിൽ ഒരു ഡിഫെൻഡിങ് റോളാണ് ഇപ്പോൾ ഉള്ളത്. ആ ഡിഫെൻഡിങ് റോൾ അല്ലെങ്കിൽ പ്രതിരോധത്തിലേക്ക് ഊന്നേണ്ടി വന്നത് ഈ ഒരു പോണ് കാരണമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പോണിനെ ബ്ലാക്കിൻ്റെ വീക്ക്നെസ്സായും വൈറ്റിൻ്റെ സ്ട്രെങ്ത്തായും നമ്മൾ പരിഗണിക്കുന്നത്. ഈ പൊസിഷനിൽ ഇപ്പോൾ ബ്ലാക്കിനുള്ളത് ഒരേ ഒരു വീക്ക്നെസ്സാണ്. പക്ഷേ ഈ ഒരൊറ്റൊരു വീക്ക്നെസ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ സാധിക്കില്ല. അവിടെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ടു വീക്ക്നെസ്സസ് കളത്തിലേക്ക് വരുന്നത്. ഈ പൊസിഷനിൽ വൈറ്റാണ് മൂവ് ചെയ്യേണ്ടത്. എന്തായിരിക്കും വൈറ്റിൻ്റെ കൃത്യമായ അടുത്തൊരു മൂവ്? നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വൈറ്റിൻ്റെ മൂവ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റിൻ്റെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് A4 പോൺ പുഷാണ്. അടുത്ത മൂവുകളിൽ വൈറ്റ് A5ലേക്ക് പോണിനെ പുഷ് ചെയ്യും. അതിനുശേഷം ഈ പോണിനെ ക്യാപ്ചർ ചെയ്യുകയും ഈ ഒരു പോണിനെ ഒരു ബാക്ക്വേർഡ് പോണാക്കി മാറ്റുകയും ചെയ്യും. നമുക്കറിയാം, ബാക്ക്വേർഡ് പോണെന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും വൈറ്റിന് ഈ പോണിനെ ആക്രമിക്കാൻ സാധിക്കും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒന്ന്, ഈ പോണിൻ്റെ പ്രൊമോഷനെ തടയാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ വൈറ്റിൻ്റെ പീസുകൾ ഈ പോണിനെ ആക്രമിക്കുന്നത് തടയുകയും വേണം. അങ്ങനെ ഒരേ സമയം രണ്ട് ജോലികൾ ബ്ലാക്കിന് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റിനെ പ്രിൻസിപ്പിൾ ഓഫ് ടു വീക്ക്നെസ്സസ് എന്ന് വിളിക്കുന്നത്. എപ്പോഴും ചെസ്സിൽ ഒരു വീക്ക്നെസ് കൊണ്ട് മാത്രം ഗെയിം വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ കൃത്യമാക്കി മനസ്സിലാക്കണം. അതേ കളിക്കാരും ഒന്നിൽ കൂടുതൽ വീക്ക്നെസ്സുകൾ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ കൃത്യമായ അറ്റാക്കിലേക്ക് പോകാറുള്ളൂ. നമുക്ക് ഈ പൊസിഷനിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ബ്ലാക്ക് അടുത്തതായി A5 പോണിനെ പുഷ് ചെയ്യുന്നു. ഈ മൂവോടുകൂടി ഈ B6 പോൺ ഒരു വീക്ക്നെസ് ആയിട്ട് മാറുകയും ബ്ലാക്കിന് ഈ രണ്ട് പോണുകളുടെയും കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ടു വീക്ക്നെസ്സസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം എടുത്തു എന്ന് മാത്രം. നമുക്ക് അല്പം കൂടി രസകരമായ രണ്ട് ഉദാഹരണങ്ങൾ കൂടെ പരിശോധിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ടു വീക്ക്നെസ്സസ് ഉപയോഗിച്ച് ഗെയിം വിജയിക്കാൻ സാധിക്കുന്ന നല്ലൊരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ളത്. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്ത് 3 പോണുകളും ബ്ലാക്കിന് 4 പോണുകളും ഉണ്ട്. അഥവാ വൈറ്റിനൊരു പോൺ കുറവാണ്. പക്ഷേ കൃത്യമായ മൂവുകളാണ് വൈറ്റ് ചെയ്യുന്നതെങ്കിൽ വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ബ്ലാക്കിൻ്റെ ഭാഗത്ത് 2 വീക്ക്നെസ്സുകൾ കാണാൻ സാധിക്കും. ഒന്ന് C6 പോണും അതുപോലെ തന്നെ G6 പോണും. ഈ 2 വീക്ക്നെസ്സുകളെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ വൈറ്റിന് സാധിക്കുകയാണെങ്കിൽ ഇത്തരം അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ടു വീക്ക്നെസ്സസ്. അതിനുവേണ്ടി വൈറ്റ് ആദ്യം ഇവിടെ മൂവ് ചെയ്തത് ബിഷപ്പിനെ F3യിലേക്കാണ്. ഇപ്പോൾ C6 പോണിനെ
ഈ കിങ്ങും അതുപോലെ തന്നെ ബിഷപ്പും അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പം ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ബ്ലാക്ക് ബിഷപ്പിനെ D7 കൊണ്ടുവരുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ E4 കൊണ്ടുവരികയും രണ്ട് വീക്ക്നെസ്സുകളെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. നമുക്കറിയാം രണ്ട് സൈഡിലും അറ്റാക്ക് ഉള്ളത് കൊണ്ട് തന്നെ ബ്ലാക്ക് രണ്ടിനെയും ഒരുമിച്ച് പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബിഷപ്പ് E8 വരുന്നു. ഇവിടെ നോക്കിയാൽ നമുക്കൊരു ടാറ്റിക്സ് കാണാൻ സാധിക്കുന്നതാണ്. അത് മറ്റൊന്നുമല്ല, ഈ ബിഷപ്പിനിപ്പോൾ രണ്ട് ജോലികൾ ഒരേ സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അഥവാ രണ്ട് പോണിനെയും പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം പീസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർലോഡഡ് പീസുകൾ. അപ്പോൾ ഓവർലോഡിംഗ് എന്ന് പറയുന്ന ഒരു ടാറ്റിക്സ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തായിട്ട് വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഇപ്പോൾ വൈറ്റ് പരമാവധി ആക്രമണം നടത്തിയിട്ടുണ്ട്, ബ്ലാക്ക് പരമാവധി അതിനൊക്കെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഗെയിം മുന്നോട്ട് പോകണമെങ്കിൽ ബ്ലാക്കിൻ്റെ പ്രതിരോധത്തെ എങ്ങനെയെങ്കിലും മറികടക്കേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി സ്യൂങ്സാങ് എന്ന് പറയുന്ന ഒരു ടാറ്റിക്സ് ആണ് വൈറ്റ് അടുത്തതായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. നിലവിൽ പൊസിഷനിൽ വൈറ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. ആ വൈറ്റിൻ്റെ മൂവിന് പകരം സെയിം പൊസിഷൻ പക്ഷേ മൂവ് ചെയ്യുന്നത് ബ്ലാക്ക് ആയിരിക്കണം, അഥവാ വൈറ്റിൻ്റെ മൂവ് മാറി ബ്ലാക്ക് വരണം. അങ്ങനെ സംഭവിച്ചതിന് ശേഷം ബ്ലാക്ക് എന്ത് മൂവ് ചെയ്യുകയാണെങ്കിലും ബ്ലാക്കിന് ഗെയിം നഷ്ടപ്പെടുന്നതായിരിക്കും. സ്വിങ്സാങ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ആരാണോ മൂവ് ചെയ്യുന്നത് അവർക്ക് ഗെയിം നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇതിനുവേണ്ടി വൈറ്റ് ഇവിടെ ആദ്യം ബിഷപ്പിനെ G2 കൊണ്ടുവരുന്നു. അടുത്തായിട്ട് ബ്ലാക്കാണ് മൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ബ്ലാക്ക് കിങ്ങിന് ഇവിടെ B7 വരാൻ സാധിക്കില്ല. B7 വരികയാണെങ്കിൽ വൈറ്റ് കിങ് D6 വരികയും അതിനുശേഷം ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇതൊരിക്കലും ബ്ലാക്കിന് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല. നിലവിൽ G6 പോൺ അറ്റാക്ക് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ബ്ലാക്കിന് വേണമെങ്കിൽ ഇപ്പോൾ ഈ ബിഷപ്പിനെ മൂവ് ചെയ്യിക്കാം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബിഷപ്പിനെ D7 കൊണ്ടുവരുന്നു. അതിനുശേഷം വൈറ്റ് ഒരു വെയിറ്റിംഗ് മൂവ് നടത്തുന്നു. അതിനുവേണ്ടി ബിഷപ്പിനെ F3 കൊണ്ടുവരുന്നു. വീണ്ടും ബ്ലാക്കാണ് മൂവ് ചെയ്യേണ്ടത്. ബ്ലാക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബിഷപ്പിനെ E8 കൊണ്ടുവരികയും രണ്ട് പോണിനെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ E4 കൊണ്ടുവരുന്നു. ഇപ്പോൾ നോക്കിയാൽ കാണാം ഇവിടെ മൂവ് ചെയ്യേണ്ടത് ബ്ലാക്ക് ആണ്. നേരത്തെ വൈറ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ മൂവ് ചെയ്യേണ്ടത് ബ്ലാക്ക് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് മൂവ് ചെയ്യണം. ബ്ലാക്ക് ഏത് മൂവ് ചെയ്യുകയാണെങ്കിലും ഈ ഗെയിം ബ്ലാക്കിന് നഷ്ടപ്പെടും. ഈ അവസ്ഥയാണ് നമ്മൾ സ്യൂങ്സാങ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് എന്തായിരിക്കും മൂവ് ചെയ്യുക? നമുക്കറിയാം ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഇവിടേക്ക് വരികയാണെങ്കിൽ ബ്ലാക്കിന് ഈ പോൺ നഷ്ടപ്പെടും. പകരം ബ്ലാക്ക് ബിഷപ്പ് ഇവിടെയാണ് വരുന്നതെങ്കിൽ ഈ പോൺ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് കാര്യത്തെയും ഒഴിവാക്കാൻ വേണ്ടി ബ്ലാക്ക് കിങ് B7 വരുന്നു. അപ്പോൾ വൈറ്റ് കിങ് D6 വരികയും അതിനുശേഷം ഈ കിങ്ങിനെ E7 കൊണ്ടുവന്ന് ഈ ബിഷപ്പിനെതിരെയും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ F6 വന്ന് ഈ പോണിനെതിരെയും അറ്റാക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ വൈറ്റ് ഈ ഗെയിം വിജയിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായൊരു കാര്യം, ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ഒരു പോൺ കുറവാണെങ്കിൽ പോലും പ്രിൻസിപ്പിൾ ഓഫ് 2 വീക്ക്നെസ്സസ് ഉപയോഗിച്ച് ഈ ഗെയിം വിജയിക്കാൻ വൈറ്റിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഏകദേശം എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് 2 വീക്ക്നെസ്സസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുകയും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.